അയൽ രാജ്യമായ ബംഗ്ലാദേശ് സംഘർഷഭരിതമാകുന്നത് ആശങ്കാജനകമാണ് എന്നും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രംഗത്ത് വന്നു. സമാധാനവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുവാനും വർഗീയത പടർത്തുന്നത് തടയുവാനും ഇടക്കാല സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അയൽ രാജ്യമായ ബംഗ്ലാദേശ് സംഘർഷഭരിതമാകുന്നത് ആശങ്കാജനകമാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതരായിരിക്കാനുള്ള നടപടികൾ ആ രാജ്യം കൈക്കൊള്ളണം. വൈഷ്ണവ ഭിഷു ചിന്മയ് കൃഷ്ണദാസിനെ കഴിഞ്ഞ മാസം 25-ന് പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ബംഗ്ലാദേശ് തെരുവുകളെ ഒരിക്കൽ കൂടി പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നത്. അതേ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം പലയിടങ്ങളിലും വലിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാബോധത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നേപ്പാളും എല്ലാം അടങ്ങുന്ന മേഘാലയ ആകെ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ പോകുന്ന ദുരവസ്ഥയാണ്. സാധാരണ മനുഷ്യരെ വൈകാരികമായി ഇളക്കിവിടരുത്. സമാധാനവും സൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുവാനും വർഗീയത പടർത്തുന്നത് തടയുവാനും ഇടക്കാല സർക്കാർ തയ്യാറാകണം. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്ന നടപടികളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം. ഇക്കാര്യത്തിൽ ക്രിയാത്മകമായ പിന്തുണ നൽകാൻ അയൽ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ തയ്യാറാകണമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരുന്നിൽ പങ്കാളികളായി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നിരുന്നു. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷ വേട്ടയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിനാണ് വിരുന്ന് നൽകിയതെന്നാണ് ശ്രദ്ധേയമായ കാര്യം. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അമീർ അബ്ദുള്ള മുഹമ്മദ് താഹിറിന്റെ നേതൃത്വത്തിലുള്ള 14 അംഗ സംഘമാണ് ദിവസങ്ങളായി ബീജിംഗിലുള്ളത്. ആഗോളതലത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നതിനിടെയാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിന്റെ ചൈനീസ് സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. BLP-യും ജമാഅത്തെ ഇസ്ലാമിയുമായി 1970-കൾ മുതൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധമുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീന സർക്കാർ വന്നതോടെ അത് സജീവമായിരുന്നില്ല. എന്നാൽ ഹസീനയെ അട്ടിമറിച്ച് ജമാഅത്തെ ഇസ്ലാമി പിന്തുണയോടെ ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തിയതിനു പിന്നാലെയാണ് മുസ്ലിം സംഘടന നേതൃത്വത്തെ ചൈന ക്ഷണിച്ചതും. ഉദിഗർ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രതികരിക്കാത്ത വിഭാഗമാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി. കഴിഞ്ഞയാഴ്ച ഢക്കയിലെ ചൈനീസ് അംബാസിഡർ ബംഗ്ലാദേശിലെ മുസ്ലിം പാർട്ടികൾക്കായി പ്രത്യേക വിരുന്നൊരുക്കിയിരുന്നു. ഹിന്ദു ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു വിരുന്ന് നടന്നത്. ഇതിന്റെ തുടർച്ചയായാണ് ജമാഅത്തെ നേതൃത്വത്തെ വിജയങ്ങളെ കൊണ്ടുപോയത്. ഖലീഫ മൂവ്മെന്റ്, ഖലീഫ കൗൺസിൽ, ഇസ്ലാമിക് ഓർഡർ പാർട്ടി എന്നിവരുടെ നേതാക്കളും സംഘത്തിലുണ്ടായിരുന്നു. ഒരാഴ്ച സന്ദർശനം പൂർത്തിയാക്കി ഇന്നവർ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തും. US പിന്തുണയോടെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചെങ്കിലും US ഭരണമാറ്റം തങ്ങളുടെ ആഗോള പിന്തുണയെ ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് ജമാഅത്തെ ഇസ്ലാമി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി കൂടുതൽ അടുക്കുന്നത്. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. 1971-ലെ വിമോചന യുദ്ധത്തിൽ ബംഗ്ലാദേശിൽ ഒരു സജീവ വിമോചന വിരുദ്ധ ശക്തിയായി പ്രവർത്തിച്ചതിന്റെ ചരിത്രം ഉണ്ടായിരുന്നിട്ടും രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ അവാമി ലീഗ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നിവരുമായുള്ള സഖ്യത്തിലൂടെ അത് രാഷ്ട്രീയ അധികാരം ആസ്വദിച്ചിരുന്നു. വ്യത്യസ്ത കാലഘട്ടങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഒടുവിൽ BNP-യെ അതിന്റെ പ്രാഥമിക സഖ്യകക്ഷിയായി കൂട്ടുപിടിക്കുകയും ചെയ്തു. അതേസമയം അവാമി ലീഗിന്റെ എതിരാളിയായി മാറുകയാണ് ഉണ്ടായതും. 2008-ൽ യുദ്ധക്കുറ്റം ട്രിബ്യൂണൽ ആരംഭിക്കുന്നതുവരെ പാർട്ടി രാഷ്ട്രീയ അധികാരം ആസ്വദിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം നിറവേറ്റുകയും ചെയ്തിരുന്നു. 1971-ലെ വിമോചന യുദ്ധത്തിൽ ബംഗ്ലാദേശ് ദേശീയവാദികൾക്കെതിരെ പാകിസ്ഥാൻ സൈന്യവുമായി സജീവമായി ഇടപെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ പല ഉന്നത നേതാക്കളും യുദ്ധക്കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുകയും യുദ്ധക്കുറ്റങ്ങളുടെ വിചാരണയ്ക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പതനത്തിന് തുടക്കമിടുകയായിരുന്നു. 1941-ൽ ഒരു ഇസ്ലാമിക തത്വചിന്തകനായ അബ്ദുൾ ആല മൗദിയെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക സംഘടനയായി സ്ഥാപിച്ചതും. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് അനുസൃതമായി സമൂഹങ്ങളെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു സാമൂഹിക സംഘടന എന്ന നിലയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തുടക്കം ഉണ്ടായത്. ഇസ്ലാമിക മൂല്യങ്ങളുടെ ഒരു ഏകീകൃത ഇന്ത്യൻ സംസ്ഥാനം സൃഷ്ടിക്കുക എന്നതായിരുന്നു സംഘടനയുടെ പ്രധാന ലക്ഷ്യമായി പറയപ്പെടുന്നതും.
ഒരു സാമൂഹിക സംഘടന എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ പരിഷ്കാരങ്ങളുടെ ആവശ്യകത തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ കാലക്രമേണ സംഘടന സങ്കീർണമായ സാമൂഹികവും രാഷ്ട്രീയവുമായ സംഘടനയായി പരിണമിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.